ചെന്നൈ സൂപ്പർ കിങ്സ് നാളെ തിങ്കളാഴ്ച 18 ഏറ്റവും ഇമ്പോർട്ടന്റ് മാച്ച്, ഡു ഓർ ഡൈ മാച്ച് CSKക്ക് സൺറൈസേഴ്സ് ഹൈദരാബാദിനെതിരെ ചെപ്പോക്കിൽ വെച്ച് നടക്കുകയാണ്. വേറൊരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഈ സീസണിലെ അവസാന മത്സരം, ചെപ്പോക്കിലെ അവസാന ഹോം മത്സരമാണ് ചെന്നൈ കളിക്കാൻ പോകുന്നത്. വേറൊരു പ്രത്യേകതയുണ്ട്. ധോണി ഒരു 3-4 മാസങ്ങൾക്ക് മുമ്പ് അവസാനം കൊടുത്തൊരു ഇന്റർവ്യൂവിൽ അദ്ദേഹം പറഞ്ഞൊരു കാര്യമുണ്ട് സ്റ്റേജിൽ വെച്ച്, ചെന്നൈക്ക് വേണ്ടി എന്റെ അവസാന മാച്ച് ചെപ്പോക്കിലായിരിക്കും എന്ന്. അപ്പൊ അതൊക്കെ വെച്ച് നോക്കുകയാണെങ്കിൽ നാളെയാണ് അവസാന ദിവസം. മിക്കവാറും ധോണി കൊല്ലത്തോടുകൂടി റിട്ടയർ ചെയ്യാനുള്ള ചാൻസ് ഉണ്ട്. നമുക്ക് ധോണിയുടെ കാര്യം ഒന്നും പറയാൻ പറ്റില്ല, ഏജ് ഈസ് ജസ്റ്റ് എ നമ്പർ. എന്നാലും ഇപ്പത്തെ ആളെ തുടരെയുള്ള പരിക്കുകളും ആള് ടീമിൽ 11 വരാത്തതൊക്കെ വായിച്ചു നോക്കുമ്പോൾ ഓൾറെഡി ആള് എന്താ പറയാ അവസാനിപ്പിച്ച മട്ടാണ്. പക്ഷേ നാളത്തെ ആ ഒരു ഫൈനൽ മാച്ച് അതിന് താരം വരും, ഫസ്റ്റ് 11 ഉണ്ടാവും എന്നാണ് എൻ്റെ ഒരു വിശ്വാസം. ഇപ്പൊ ക്രിക്ബസ് ഒക്കെ ഓൾറെഡി റിപ്പോർട്ട് ചെയ്തത് ധോണി ഉണ്ടാവാനുള്ള ഹൈലി ചാൻസ് ഉണ്ടെന്നാണ്. അതുപോലെ തന്നെ എന്താ പറയാ ഹർഷ ബോഗ്ലെ, നമ്മുടെ കമന്റേറ്റർ, പുള്ളിയും പറഞ്ഞിട്ടുണ്ട് ധോണി നാളെ ഉണ്ടാവും. അങ്ങനെ ധോണി വരാണെങ്കിൽ അതൊരു മാസ് എൻട്രി ചെപ്പോക്കിലുണ്ടാവും. അത് തന്നെയാണ് എല്ലാവരും വെയിറ്റ് ചെയ്തിരിക്കുന്നത്. മാസ് എൻട്രിക്ക് മാത്രമല്ല, ആ ഒരു സിക്സ് ഹിറ്റിംഗ് എബിലിറ്റിയും കൂടി അങ്ങോട്ട് കാണിച്ചു കൊടുക്കാനുള്ള ഒരു അവസരം. ഹൈദരാബാദിനെ നാളെ തോൽപ്പിച്ച് കഴിഞ്ഞാൽ ചെന്നൈക്ക് ഭയങ്കര ചാൻസ് കൂടും പ്ലേ ഓഫ് കളിക്കാൻ. പിന്നെ ഗുജറാത്തിനെ തോൽപ്പിച്ചാൽ മതി. അപ്പൊ എല്ലാത്തിനും നാളെ ഡു ഓർ ഡൈ മാച്ച് ആസ് എ സെമി ഫൈനൽ, അങ്ങനെ വേണം പറയാൻ. പ്ലേ ഓഫിന് മുമ്പുള്ള സെമി ഫൈനൽ ചെന്നൈക്ക്. ധോണിയെ പോലൊരു ഫിനിഷറും കൂടി വന്നാൽ ടീമിൽ വളരെയധികം മധ്യനിരയിൽ വ്യത്യാസം ഉണ്ടാക്കും. സോ MS ധോണി വിൽ കം ബാക്ക് ടുമാറോ എന്നാണ് ഈ ഓരോ ചെന്നൈ ആരാധകന്റെയും വിശ്വാസം. നമുക്ക് നോക്കാം നാളെ ധോണി ഇറങ്ങുമോ ഇല്ലയെന്ന്. ധോണി നാളെ ഇറങ്ങി കഴിഞ്ഞ ചെപ്പോക്ക് നിന്ന് കത്തുന്നുള്ള കാര്യത്തിൽ 100% ഗ്യാരണ്ടി. ആ സമയത്ത് നമ്മുടെ വോളിയം മറ്റേ സ്റ്റാർ സ്പോർട്സിൽ കാണിക്കാറുണ്ട്, പുള്ളി ഇറങ്ങുമ്പോൾ DB വോളിയം. ഓ എന്റെ മോനെ, ഒരു രക്ഷയില്ലാത്തൊരു വോളിയാണ്. എത്ര കളിക്കാരെ വന്ന് പറഞ്ഞേക്കണെന്ന് ഒരു ഓപ്പോസിറ്റ് ടീമത്തൊക്കെ ഒരു വട്ടെങ്കിലും ചെപ്പോക്കില് ആ കളി കാണേണ്ടതാണ് ഞാൻ എന്നുള്ളത്. അതാ ധോണിയുടെ ഒരു ഫാൻ പവറാണ്. CSKക്ക് ഉള്ളതിനേക്കാൾ ഫാൻസ് ധോണിക്കാണ്. അതാണ് വേറൊരു പ്രത്യേകത ആ ടീമിന്റെ. അപ്പൊ എന്തായാലും നാളെ ധോണി ഇറങ്ങിക്കഴിഞ്ഞാൽ മക്കളെ നിന്ന് കത്തും, ഹൈദരാബാദ് കുറച്ച് വേർക്കും. നമുക്ക് നോക്കാം നാളത്തെ മത്സരം. ധോണി ഇറങ്ങട്ടെ എന്ന് നമുക്ക് ആശംസിക്കാം. കാരണം ഒരവസാന മത്സരം ചെപ്പോക്കില്, ഹോം സ്റ്റേഡിയത്തില്, ഹോം ഗ്രൗണ്ടില്, കാണികൾക്ക് മുന്നിൽ വിജയിപ്പിച്ച് ഫൈനലിലേക്ക് ടിക്കറ്റ് എടുക്കുക. അതിന് വെച്ചാൽ പ്ലേ ഓഫിന് മുമ്പുള്ള ഫൈനൽ ഗുജറാത്തിനെതിരെ ടിക്കറ്റ് എടുക്കുക. അതിനായിരിക്കും ചെന്നൈ നാളെ റെഡി ആയിരിക്കും. ജസ്റ്റ് വെയിറ്റ് ആൻഡ് സീ.